ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 2-ലെ ഇംഗ്ലീഷിലെ 5th യൂണിറ്റായ റോബോ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ എന്താക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആരാ നോക്കിയേ, ഒരു ഗേൾ ഉണ്ട്, ഒരു ബോയ് ഉണ്ട്, നടുക്കാരാ റോബോ ഉണ്ട് അല്ലേ. അപ്പോൾ റോബോയും അവൻ്റെ ഫ്രണ്ട്സും ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം സ്കൂൾ എന്താണ് ക്രിസ്മസിന് ശേഷം തുറന്നതാണ്. സാധാരണയായിട്ട് എന്താണ്, ഡാനി ഡസിൻ ലൈക്ക് ഗോയിങ് ബാക്ക് ടു സ്കൂൾ ആഫ്റ്റർ ഹോളിഡേയ്സിന് ശേഷം എന്താണ്, ഡാനിക്ക് സ്കൂൾക്ക് പോകാൻ ഇഷ്ടമല്ല. ബട്ട് ദിസ് ടൈം ഹി വാസ് ഈഗർ ടു റീച്ച് സ്കൂൾ. ഈ സമയത്ത് എന്താണ്, അവന് സ്കൂളിൽ എന്താണ്, ഹി വാസ് ഈഗർ ടു റീച്ച് സ്കൂൾ അല്ലേ. അപ്പോൾ ഈഗർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ആഗ്രഹം അല്ലേ, അതായത് ആകാംക്ഷ അല്ലേ, കൊതി അല്ലേ. അപ്പോൾ അവരെന്താണ് ഇപ്രാവശ്യം എന്താണ് അവന് സ്കൂളെത്താൻ, സ്കൂൾ ഹോളിഡേ ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് ഇപ്രാവശ്യം സ്കൂളിൽ അവന് എത്താൻ എന്താണ് ഭയങ്കര ഈഗറായിരുന്നു, ആകാംക്ഷയായിരുന്നു അല്ലേ, കൊതിയായിരുന്നു അല്ലേ. നോക്കാം. വൈ ഈസ് ദാനി ഈഗർ ടു ഗോ ടു സ്കൂൾ? എന്തുകൊണ്ടാണ് ദാനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായത്, സ്കൂൾക്ക് പോകാൻ ആകാംക്ഷ ഉണ്ടായത്, സ്കൂൾക്ക് പോകാൻ കൊതിയായത് എന്തുകൊണ്ടാണ്? ദ സ്കൂൾ റീ ഓപ്പൺ ആഫ്റ്റർ ഹോളിഡേയ്സ് അല്ലേ. അപ്പോൾ എന്താണ്, സ്കൂള് റീ ഓപ്പൺ ചെയ്തതാണ് അല്ലേ. സ്കൂൾ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട്, ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് സ്കൂള് തുറന്നതാണ് അല്ലേ. ഡാനി റീച്ച്ഡ് ദ സ്കൂൾ ഇൻ ഹിസ് ന്യൂ വീൽ ചെയർ. ഡാനി എന്താണ് സ്കൂളിൽ എത്തിയിരിക്കുന്നത് അവൻ്റെ പുതിയ വീൽ ചെയറിലാണ് അല്ലേ. ഹായ് ഡാനി, ഹാവ് യു ഗോട്ട് എ വീൽ ചെയർ? അപ്പോൾ ഹായ് ഡാനി, നമുക്ക് വീൽ ചെയർ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഹു ഗേവ് യു ദിസ്? ആരെ നിനക്കിത് തന്നത് എന്ന് ചോദിച്ചു അല്ലേ. ചിൽഡ്രൻ ഗ്യാതേർഡ് അറൗണ്ട് ഡാനി ആൻഡ് ഹിസ് വീൽ ചെയർ അല്ലേ. ചിൽഡ്രൻ എന്താക്കി, ഡാനിക്ക് ചുറ്റും കൂടിയിട്ട് എന്താക്കി, അവൻ്റെ വീൽ ചെയർ, ഡാനിൻ്റെ അവരുടെ വീൽ ചെയറിന് ചുറ്റും എന്താണ് ഈ കുട്ടികളെല്ലാവരും കൂടി ഗ്യാതേർഡ് എന്നാൽ കൂട്ടം കൂടിയെന്ന് അല്ലേ. ദിസ് ഈസ് നൈസ്, ബ്യൂട്ടിഫുൾ, ഹൗ ക്യൂട്ട്, ദേ ടച്ച് ദ വീൽ ചെയർ ആൻഡ് സെഡ് അല്ലേ. അത് നല്ല ഇതുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടാണ്, നൈസാന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ട് എന്താണ് വീൽ ചെയർ തൊട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ അവർ. വൈ ആർ ദ ചിൽഡ്രൻസ് ക്യൂരിയസ്? എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഭയങ്കര ക്യൂരിയസ് ആയത്, കൗതുകമായി മാറി, കൗതുകത്തോട് കൂടി എന്തുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പറയുന്നത്, എന്തുകൊണ്ടാണ്? നല്ല നൈസാണ്, നമുക്ക് വീൽ ചെയർ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നു, കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് അല്ലേ. നോക്കാം നമുക്ക്. നോക്കിയേ, ദ ബെൽ റാങ്, അപ്പോഴാണ് ബെല്ലടിച്ചത് കേട്ടോ. ചിൽഡ്രൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടു ദെയർ ക്ലാസ്സസ്. അങ്ങനെ കുട്ടികൾ എന്താക്കി അവരുടെ ക്ലാസ്സിലേക്ക് പോയി. ഡാനി, വി ആർ ഗോയിങ് അപ്സ്റ്റേഴ്സ്, ദർ ഈസ് എ മാജിക് ഷോ. അപ്പോൾ എന്താണ്, ഞങ്ങൾ അപ്സ്റ്റെയറിലേക്ക് പോവുകയാണ്, മുകളിലേക്ക് പോവുകയാണ്, അവിടെ ഒരു മാജിക് ഷോ ഉണ്ട് എന്ന് പറയുകയാണല്ലേ. മാജിക് ഷോ? ഡാനിസ് ആസ്ക്ഡ് അല്ലേ. അപ്പോൾ ഡാനി ചോദിച്ചത് എന്താണ്, മാജിക് ഷോയോ എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ എന്താ മാജിക് ഷോ അല്ലേ, മാജിക് ഷോയോ എന്ന് ചോദിച്ചു ഡാനി. ആസ്ക്ഡ് അല്ലേ, ആസ്ക്ഡ് പറഞ്ഞാൽ ചോദിച്ചു അല്ലേ. യെസ്, ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. അപ്പോൾ എന്താണ്, അതെ എന്താണ്, ആ നോട്ടീസ് ബോർഡിൽ എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് എന്ന് കുട്ടികൾ പറഞ്ഞില്ലേ. അങ്ങനെ ദേ റാൻ അപ്സ്റ്റേഴ്സ്, അങ്ങനെ അവരെന്താക്കി അപ്സ്റ്റേഴ്സിലേക്ക് ഓടി അല്ലേ. ഡാനി സോ എ നോട്ടീസ് ഓൺ ദ വാൾ. അങ്ങനെ ഡാനി എന്താക്കി ആ വാളിലുണ്ടായിരുന്ന നോട്ടീസിലേക്ക് നോക്കി അല്ലേ. വിൽ ഡാനി ഗോ ടു സീ ദ മാജിക് ഷോ? ഡാനിക്ക് ആ മാജിക് ഷോ കാണാൻ കഴിയോ, പോകാൻ കഴിയോ, കാണാൻ വേണ്ടി പോകാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് അല്ലേ. അപ്പോൾ നോട്ടീസ് ബോർഡ് ആട്ടത്, എൻജോയ് ദ ഫൺ മാജിക് ഷോ ഓൺ 2nd January അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം അല്ലേ. അതാണ് എന്താ മാജിക് ഷോനെ കുറിച്ചിട്ടുള്ള പറയുന്നത് അല്ലേ. അപ്പോൾ ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. ദ മാജിക് ഷോ ഈസ് ഓൺ ദ നെക്സ്റ്റ് ഫ്ലോർ. ഡാനി തോട്ട്, മാജിക് ഷോ എന്താണ് അടുത്ത ഫ്ലോറിലാണല്ലോ അല്ലേ. അങ്ങനെ അവൻ ചിന്തിക്കുകയാണ് അല്ലേ. ഐ വുഡ് ലൈക്ക് ടു വാച്ച് ഇറ്റ്, എനിക്കത് കാണാൻ കഴിയുമോ. ബട്ട് ഹൗ ക്യാൻ ഐ റീച്ച് ദർ? ഹി ഫെൽറ്റ് സാഡ്. പക്ഷെ ഞാൻ എങ്ങനെ അവിടെ എത്തുക, ഞാൻ എങ്ങനെ അവിടെ എത്തും എന്നുള്ളത് അവന് ഭയങ്കര വിഷമത്തോടു കൂടി ആലോചിച്ചില്ല. സാഡ് എന്ന് പറഞ്ഞാൽ വിഷമം അല്ലേ, ഫെൽറ്റ് ഫീൽ ചെയ്തു അല്ലേ. വൈ ഈസ് ഡാനി സാഡ്? എന്തുകൊണ്ടാണ് ഡാനി വിഷമിച്ചത്? അവനെന്താണ് മാജിക് ഷോ കാണാൻ കഴിയുമോ ഉള്ള കൺഫ്യൂഷൻ. കാരണം മാജിക് ഷോ നടക്കുന്നത് എവിടെയാണ്, ഈസ് ഓൺ ദ നെക്സ്റ്റ് ഫ്ലോറിലാണ് അല്ലേ, മുകളിലത്തെ നിലയിലാണ് എന്താണ് മാജിക് ഷോ നടക്കുന്നത്. നോക്കൂ ഇനി, ഡാനി വാസ് അലോൺ ഇൻ ദ ക്ലാസ്. അങ്ങനെ എന്താക്കി, ഡാനി മാത്രം അപ്പോൾ ക്ലാസ്സിലുള്ളത് അല്ലേ. ഡാനി മാത്രം ക്ലാസ്സിലുണ്ട്. ഹി വാസ് സാഡ്, അവന് ഭയങ്കര വിഷമമായി അല്ലേ. റോബോ നോട്ടീസ് ഇറ്റ്, അപ്പോഴാണ് റോബോ അത് കണ്ടത് അല്ലേ. ഹേ ഡാനി, വൈ ആർ യു ഗ്ലൂമി? അപ്പോൾ ഡാനി നീ എന്താ ഗ്ലൂമി ആയി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണല്ലേ റോബോ ആസ്ക്ഡ്. ഐ വാണ്ട് ടു വാച്ച് ദ മാജിക് ഷോ, എനിക്ക് എന്താണ് മാജിക് ഷോ കാണണം. ബട്ട് ഐ കാൻ ക്ലൈംബ് ദ സ്റ്റേഴ്സ്, പക്ഷെ എന്താണ് എനിക്ക് സ്റ്റേഴ്സ് എന്താണ് കയറാൻ കഴിയില്ല എന്ന് പറയാണല്ലേ. സ്റ്റെപ്പുകളൊന്നും എനിക്ക് കയറാൻ കഴിയില്ല എന്ന് അവർ പറയാണല്ലേ. ദിസ് 10 minutes സെഡ് റോബോ. ഒരു മിനിറ്റ് എന്ന് റോബോ പറഞ്ഞു അല്ലേ.
ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? അപ്പം എങ്ങനെയായിരിക്കും ഡാനീനെ റോബോ ഹെൽപ്പ് ചെയ്യാം? നോക്കാം. സിറ്റ് ഓൺ മീ. അപ്പോൾ എൻ്റെ മേലിരിക്കാൻ പറഞ്ഞില്ലേ. ബസ് റോബോസ് വീൽ ടേൺ ഇൻ ടു ചെയിൻ വീൽസ്. അപ്പോൾ റോബോൻ്റെ വീൽ എന്തായി? അത് ചെയിൻ വീലായി മാറി അല്ലേ. ദ വീൽ സ്റ്റാർട്ടഡ് റോളിങ് അപ്പ് ദ സ്റ്റെയർസ്. അങ്ങനെ എന്താണ്, ആ വീൽ എന്താക്കി? ഉരുണ്ട് സ്റ്റെയർ കയറാൻ തുടങ്ങി അല്ലേ. ഇതേ മിനിറ്റ് ഡാനി റീച്ച് ദ ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ ഒരു മിനിറ്റ് ആയപ്പോൾ എന്താക്കി? മിനിറ്റിനുള്ളിൽ തന്നെ എന്താക്കി? ഇതേ മിനിറ്റ്, ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഡാനി എന്താക്കി? അവിടെ എത്തി. റീച്ച് ദ ഫസ്റ്റ് ഫ്ലോറിലെത്തി അല്ലേ. ഹി വാസ് എക്സൈറ്റഡ്. അവൻ ഭയങ്കര എക്സൈറ്റഡ്. എന്താ ഭയങ്കര എക്സൈറ്റഡ് ആയില്ലേ അവന്. താങ്ക് യു വെരി മച്ച് റോബോ. അപ്പോൾ നന്ദി പറയാണ് റോബോന് അല്ലേ. താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞില്ലേ. ഐ ആം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഈ ഫ്ലോറിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് ഡാനി സെഡ് അല്ലേ. ഡാനി പറയാണല്ലേ, ഞാൻ ഈ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് കയറുന്നത് ഈ ഡാനി റോബോനോട് പറഞ്ഞില്ലേ. വിൽ ദ ഫ്രണ്ട്സ് സീ ഡാനി ക്ലൈംബിങ് അപ്പ്? അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഈ ഡാനി മുകളിലേക്ക് കയറിയത് കാണുമോ? വാട്ട് വിൽ ദേ സേ? അപ്പോൾ അവരെന്തേക്കും പറയാ? അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവില്ലേ. ഡാനി എക്സൈറ്റഡ് ആയതുപോലെ അല്ലേ. അപ്പോൾ നോക്കിയേ. Hey Danny, how did you come here? The children asked. അപ്പോൾ നീ എങ്ങനെ ഇവിടേക്ക് വന്നത് എന്ന് കുട്ടികൾ ചോദിച്ചില്ലേ. My robot took me here, said Danny അല്ലേ. എൻ്റെ റോബോ എന്താണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്ന് ഡാനി പറഞ്ഞില്ലേ. റോബോ? ബട്ട് ഹൗ? റോബോയോ? പക്ഷെ എങ്ങനെ ചോദിക്കുകയാണല്ലേ. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ വീൽ ചെയർ. ഇതൊരു വീൽ ചെയർ മാത്രമല്ല. ദിസ് ഈസ് എ റോബോട്ട്, ഡാനി സെഡ് അല്ലേ. ഇതൊരു വീൽ ചെയർ അല്ല, ഇതെന്താണ്? റോബോട്ടാണെന്ന് എന്താണ് ഈ ഡാനി പറയാണ് അല്ലേ. ഹി ക്യാൻ സ്പീക്ക് ടു. അവന് സംസാരിക്കാനും കഴിയുമെന്ന് പറഞ്ഞില്ലേ. ഹലോ ഫ്രണ്ട്സ്, ഐ ആം റോബോ. റോബോ വേവ്ഡ് ഹിറ്റ്സ് ഹെഡ് അല്ലേ. അപ്പോൾ എന്താണ് ഹലോ ഫ്രണ്ട്സ് പറയാനല്ലേ. ഐ ആം റോബോ, ഞാൻ റോബോ ആണ് അല്ലേ. റോബോ വേവ്ഡ് ഹിറ്റ്സ് ഹാൻഡ് അല്ലേ. അവൻ്റെ കൈകൾ ഇങ്ങനെ വീശിയില്ലേ. വേവ് ചെയ്ത് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ കൈകൾ ഇങ്ങനെ ആക്കുമല്ലോ, വീശുക അല്ലേ. ഹാവ് യു എവർ സീൻ എ സ്പീക്കിംഗ് റോബോട്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സംസാരിക്കുന്ന റോബോട്ടിനെ കണ്ടിട്ടുണ്ടോ? ഡാനി ആൻഡ് റോബോ ഹേർഡ് എ ലൗഡ് നോയ്സ് ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ ഡാനിയും റോബോയും എന്താണ് ഒരു വലിയൊരു ഒച്ച എന്താണ് ഗ്രൗണ്ടിൽ നിന്ന് കേട്ടു അല്ലേ. ദേ സോ സം ചിൽഡ്രൻ ലുക്കിംഗ് അപ്പ്. എന്താണ് കുറച്ച് കുട്ടികൾ എന്താണ് അവർ കണ്ട എന്താണ് കുറച്ച് കുട്ടികൾ മേലോട്ട് നോക്കിക്കുവാണല്ലേ. ദ ബിൽഡിംഗ് ടോപ്പ്, ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് നോക്കി നിൽക്കുകയാണ് അല്ലേ. അവർ ക്രിക്കറ്റ് ബോൾ ഫെൽ ഓൺ ദ സൺഷെയ്ഡ്, ദ ചിൽഡ്രൻ സെഡ് അല്ലേ. എന്താണ് നമ്മളെ ക്രിക്കറ്റ് ബോൾ എന്താണ് ആ സൺഷെയ്ഡ് വരെ ഈ എന്താണ് ബിൽഡിങ്ങിൻ്റെ സൺഷെയ്ഡ് ഉണ്ടല്ലോ ആ സൈഡ് നിൽക്കുന്നതില്ലേ, അതിൽ വീണ് പോയി എന്ന് കുട്ടികൾ എന്തായി പറയാം അല്ലേ. ചിൽഡ്രൻസ് സൈഡ് കുട്ടികൾ പറഞ്ഞു അല്ലേ. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബോൾ എന്താക്കണ ബിൽഡിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് അല്ലേ. ആ ഭാഗത്ത് എന്താണ് ഇതാക്കണ്ടോ അവിടെ വീണുന്ന് ഈ കുട്ടികൾ പറഞ്ഞിട്ടല്ലേ. ഈ സൺഷെയ്ഡ് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഇതാണ് ഉദ്ദേശിച്ചത് സൺഷെയ്ഡ് കേട്ടോ. അപ്പോൾ അവിടെ ക്രിക്കറ്റ് ബോൾ വീണു എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ റോബോ ക്യാൻ യു ഹെൽപ്പ് ദം? ഡാനി ലുക്ക്ഡ് അറ്റ് റോബോ വിത്ത് എ സ്മൈൽ അല്ലേ. അപ്പം ഡാനി എന്താക്കി, ഡാനി റോബോനോട് എന്താണ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചില്ലേ. റോബോ അവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണല്ലേ. റോബോനെ നോക്കിയിട്ട് പുഞ്ചിരിയോട് കൂടി ചോദിച്ചു അല്ലേ. ജസ്റ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞല്ലേ. എന്താണ് അല്ലേ. റോബോസ് റൈറ്റ് ഹാൻഡ് ഗ്രീവ് ലോങ്. അപ്പോൾ അവൻ്റെ റൈറ്റ് ഹാൻഡ് എന്താണ് നീണ്ടു പോകാൻ തുടങ്ങി അല്ലേ. ഹി ടുക്ക് ദ ബോൾ ഫ്രം ദ സൺഷെയ്ഡ്. അങ്ങനെ അവൻ എന്താക്കി സൺഷെയ്ഡിൽ നിന്ന് എന്താക്കി ആ ബോൾ കണ്ടെടുത്തു അല്ലേ. ആൻഡ് ത്രൂ ഇറ്റ് ടു ദ ചിൽഡ്രൻ. എന്നിട്ട് എന്താക്കി അത് കുട്ടികൾക്ക് എറിഞ്ഞു കൊടുത്തു. ഹിയർ ഈസ് യുവർ ബോൾ, ഇതാ നിന്റെ ബോൾ എന്ന് പറഞ്ഞു അല്ലേ. നിങ്ങളുടെ ബോൾ ഇതാന്ന് പറഞ്ഞില്ലേ. വൗ റോബോ യു ആർ അവർ ഹീറോ. റോബോ നീ ഞങ്ങളുടെ ഹീറോ എന്ന് പറയാണല്ലേ. ദ ചിൽഡ്രൻ ക്ലാപ്പ് ദെയർ ഹാൻഡ്സ്. ചിൽഡ്രൻസ് എന്താക്കി അവരുടെ ഹാൻഡ്സ് ഒക്കെ കൂട്ടിയിടിച്ചില്ല, എന്താ ക്ലാപ്പ് ചെയ്തു. അങ്ങനെ ക്ലാപ്പ് ചെയ്തു അല്ലേ. കയ്യിലോട് ക്ലാപ്പ് ചെയ്തു. ഇഫ് യു ഗെറ്റ് എ റോബോട്ട് വാട്ട് ഹെൽപ്പ് വിൽ യു ആസ്ക് ഹിം ഫസ്റ്റ്? നിങ്ങൾക്കൊരു റോബോട്ട് കിട്ടിയെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്ത് സഹായമാണ് അവനോട് ഫസ്റ്റ് എന്ന് ചോദിക്കുക? വാട്ട് ഹെൽപ്പ് വിൽ യു ആസ്ക് ഹിം ഫസ്റ്റ്? എന്തായിരിക്കും ചോദിക്കുക? റോബോ ഹെൽപ്ഡ് ഡാനി ഇൻ ഡൂയിങ് മെനി തിങ്സ്. അങ്ങനെ റോബോ എന്താക്കി ഡാനീനെ പല കാര്യത്തിലും എന്താണ് സഹായങ്ങൾ ചെയ്തു കൊടുത്തു അല്ലേ. ഹി ടുക്ക് ഡാനി ടു ദ സ്കൂൾ, ഹോസ്പിറ്റൽ, മാർക്കറ്റ് ആൻഡ് എവ്രിവെയർ. എന്താണ് റോബോ എന്താക്കി ഡാനീനെ സ്കൂളിൽ കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മാർക്കറ്റിൽ കൊണ്ടുപോയി, എവ്രിവെയർ എല്ലായിടത്തും കൊണ്ടുപോയി അല്ലേ. വൺ ഈവനിങ്, ഒരു ദിവസം വൈകുന്നേരം ഡാനി വാണ്ടഡ് ടു ഗോ ടു എ ഹിൽ ടോപ്പ്. ഒരു വൈകുന്നേരം ഡാനിക്ക് എന്താക്കി
ഈ കുന്നിൻ്റെ മുകളിലേക്ക് പോകണം എന്നൊരാഗ്രഹം. ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? അപ്പം എങ്ങനെയായിരിക്കും ഡാനിനെ ഈ റോബോ ഹെൽപ്പ് ചെയ്യുക? അപ്പം എന്താ റോബോ നോക്കി പറയുന്നത്? ജസ്റ്റ് എ മിനിറ്റ് റോബോ സെഡ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ? സൂപ്പ് 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 സൗണ്ട് ഉണ്ടാവുക അല്ലേ? 2 വിങ്സ് പോപ്ഡ് ഔട്ട് ഫ്രം ഇറ്റ് സൈഡ്സ്. അപ്പം എന്താക്കി നോക്കിയേ, റോബോൻ്റെ എന്താണ് ബാക്കിൽ നിന്ന് എന്താക്കി, അതിൻ്റെ 2 സൈഡിൽ നിന്ന് എന്താക്കി, ഒരു വിങ്സ്, ചിറക് അല്ലേ? വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറക്, 2 വിങ്സ് അങ്ങോട്ട് വന്ന് 2 ഭാഗത്തുനിന്നും അല്ലേ? ക്ലൈംബ് ഓൺ മൈ ബാക്കിൻ്റെ ബാക്കിലോട്ട് കയറാൻ പറഞ്ഞു. സെഡ് റോബോ. റോബോ പറഞ്ഞല്ലേ, ഹോൾഡ് ഓൺ ടു മീ ടു ടൈറ്റ്, എന്നെ നന്നായി ടൈറ്റാക്കി പിടിക്കുക. ഹിയർ വി ഗോ, നമ്മൾ പോവുകയാണ് എന്ന് ആര് പറഞ്ഞു? ഈ റോബോ പറഞ്ഞില്ലേ? സൂം. റോബോ ഫ്ലൂ അപ്പ് വിത്ത് ഡാനി. അങ്ങനെ റോബോ എന്താക്കി, ഡാനിനെയും കൊണ്ടിട്ട് മുകളിലേക്ക് പറന്നു അല്ലേ? വാട്ട് തിങ്സ് വിൽ ഡാനി സീ ഇൻ ഹിസ് ജേർണി? അപ്പം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഡാനി അവൻ്റെ യാത്രയിൽ കണ്ടിട്ടുണ്ടാവുക? നോക്കൂ. റോബോ ആൻഡ് ഡാനി ഫ്ലൂ എബോവ് ദ ട്രീ ടോപ്സ് ആൻഡ് ഹൗസസ്. എന്താ റോബോ ഡാനി എന്താക്കി, ട്രീ ടോപ്പ്, മരത്തിൻ്റെ മുകളിലൂടെയും വീടുകളുടെ മുകളിലൂടെയൊക്കെ എന്താക്കി പറന്നു അല്ലേ? ഫ്ലൂ പറഞ്ഞാൽ ഫ്ലൈൻ്റെ എന്താണ് ഇതാണ് കേട്ടോ. അപ്പോൾ ഫ്ലൈ എന്ന് പറഞ്ഞാൽ പറക്കുക, ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു കൊണ്ടിരിക്കുക അല്ലെ, പറക്കുന്നു അല്ലേ? പീപ്പിൾ വേർ മൂവിങ് ലൈക്ക് സ്മോൾ ആൻഡ്സ്. അപ്പോൾ മുകളിൽ കൂടെ പോയപ്പോൾ എന്താണ് അവർക്ക് ഫീൽ ചെയ്തത്? മുകളിൽ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ എന്താണ് ആൾക്കാരൊക്കെ അതിലൂടെ എന്താ ചെറിയ ഉറുമ്പുകളെ പോലെ നടക്കുന്നതായി അവർക്ക് തോന്നിയല്ലേ? വി ആർ ഓൺ ദ ഹിൽ ടോപ്പ്, നമ്മളെന്താണ് ഹിൽ ടോപ്പിൽ എത്തിയെന്ന് സെഡ് റോബോ പറഞ്ഞില്ലേ? ഹി ഫ്ലൂ ഡൗൺ സ്ലോലി. അങ്ങനെ എന്താക്കി, അവര് പറന്ന് താഴോട്ടേക്ക് വന്നു അല്ലേ? They sat on a small rock there. അങ്ങനെ എന്താണ് പറന്ന് അവർ ആ കുന്നിൻ്റെ മുകളിൽ ഹിൽ ടോപ്പിൽ എത്തിയിട്ട് അവിടെ നിലത്തിറങ്ങിയപ്പോൾ ഹിൽ ടോപ്പിൽ എന്നിട്ട് they sat on a small rock there. അവിടെ ഉള്ളൊരു സ്മോൾ റോക്ക്, എന്താണ് ചെറിയ പാറക്കഷ്ണം അല്ലേ? അതായത് ചെറിയ പാറക്കഷ്ണത്തിൻ്റെ മുകളിലേക്ക് എന്താക്കി അവർ ഇരുന്നു, ഇരിക്കാൻ പറ്റിയൊരു പാറക്കഷ്ണം അല്ലേ? വാട്ട് വിൽ ഡാനി ആൻഡ് റോബോ സീ ദർ? അപ്പോൾ അവിടെ എന്താണ് ഡാനിയും റോബോയും കാണുക? നോക്കിയേ, എന്താ കണ്ടോ? ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. അപ്പോൾ സണ്ണ് എന്താണ് അതിലെ ഒരു ബിഗ് റെഡ് ബോൾ വരിയാണ് അവിടെ നിന്ന് നോക്കിയപ്പോൾ കാണുന്നത് അല്ലേ? ബേർഡ്സ് വെർ ഫ്ലൈയിങ് ഇൻ ദ ഓറഞ്ച് സ്കൈ. ബേർഡ്സുകളൊക്കെ എന്താണ് ഓറഞ്ച് സ്കൈയിലൂടെ പറക്കുകയാണ് അല്ലേ? പറന്നുകൊണ്ടിരിക്കുക. വൗ അമേസിങ് എക്സ്ക്ലെയിംഡ് ഡാനി. ഭയങ്കര സൂപ്പറാന്നൊക്കെ പറയില്ലേ? അതാണ് പറയുന്നത് അല്ലേ? വൗ അമേസിങ് എന്ന് പറയുകയാണ് അല്ലേ? ദ റെഡ് ഗ്ലോ ഫ്രം സൺ ഫെൽ ഓൺ ഹിം. അങ്ങനെ എന്താക്കി, ഈ സൂര്യൻ്റെ ചുവപ്പ് എന്താണ് സണ്ണിൽ നിന്ന് ഇവരെ മേലേക്ക് തട്ടിയ അല്ലേ? തട്ടുക എന്നല്ലേ? മേലേക്ക് ആ ചുവപ്പ് ഇങ്ങോട്ട് ഇവരെ മേലേക്ക് എന്താണ് പ്രതിഫലിച്ചു എന്നൊക്കെ പറയില്ലേ? അവരെ മേലേക്ക് തട്ടുകയാണ് അല്ലേ? ദ സൺ ടച്ച് ദ സീ. അങ്ങനെ എന്താണ് സൺ എന്താണ് സീനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? ഇറ്റ് സ്ലോലി വെൻ ഡൗൺ. അങ്ങനെ അത് മെല്ലെ പോയി അല്ലേ? ഡാനി ഹഗ്ഡ് റോബോ ആൻഡ് സെഡ്. അങ്ങനെ ഡാനി എന്താക്കി റോബോനെ കെട്ടിപ്പിടിച്ചു അല്ലേ? ആൻഡ് സെഡ് പറഞ്ഞു, റോബോ ഡിയർ, ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഈവനിങ് ഇൻ മൈ ലൈഫ്. ഞാൻ ഒരിക്കലും മറക്കൂല ഇങ്ങനത്തെ ഒരു ഈവനിങ് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കൂല എന്ന് പറയുകയാണ് അല്ലേ? ഈ ഈവനിങ്. ഡു യു ഹാവ് എനി സച്ച് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? നോക്കാം നമുക്ക് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഡാനിയും റോബോ സാറ്റ് ഓൺ ദ ഹിൽ ടോപ്പ്. അങ്ങനെ ഡാനിയും റോബോ എന്താണ് ഹിൽ ടോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? വാച്ചിങ് ദ ഈവനിങ് സീ. എന്താണ് വൈകുന്നേരത്തെ ആ കടൽ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ് അല്ലേ? ഡാനി വാട്ട് ആർ യു തിങ്കിങ്? ഡാനി നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുകയല്ലേ? യു ഹാവ് വൺ മോർ വിഷ് റൈറ്റ്? നിനക്കൊരു വിഷും കൂടി, നിനക്കൊരു ആഗ്രഹവും കൂടി ഇല്ലേ എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ നിനക്കൊരാഗ്രഹവും കൂടി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഐ സേ ദാറ്റ് ആസ്ക്ഡ് റോബോ. ഞങ്ങൾ പറയട്ടെ എന്ന് ചോദിക്കുകയല്ലേ? ക്യാൻ യു, നിനക്ക് കഴിയുമോ? ആസ്ക്ഡ് ഡാനി അല്ലേ? ലുക്ക് അറ്റ് മൈ സ്ക്രീൻ. എൻ്റെ സ്ക്രീനിലേക്ക് നോക്കുക അല്ലേ? ദ പിക്ചർ ഓഫ് എ ബോട്ട് സെയിലിംഗ് ഇൻ ദ സീ അപ്പിയർഡ് ഓൺ ദ സ്ക്രീൻ അല്ലേ? യു ആർ റൈറ്റ് റോബോ. അപ്പോൾ എന്താണ് നിൻ്റെ ആഗ്രഹം? ഒരു ആഗ്രഹം കൂടി ഇല്ലേന്ന് ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങൾക്ക് അറിയോ? ഞാൻ പറയട്ടെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണല്ലേ? അപ്പം എൻ്റെ സ്ക്രീനിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് എന്താക്കി റോബോട്ട് എന്താക്കി ഒരു ചിത്രം കാണിച്ചു കൊടുത്തു അല്ലേ? അവിടെ എന്താണ് ഈ സ്ക്രീനിൽ എന്താ വന്നത്? അപ്പിയർ ചെയ്ത എന്താണ് സ്ക്രീനിൽ വന്നിരിക്കുന്നത്? സീയിലൂടെ പോകുന്ന ഒരു ബോട്ടിൻ്റെ ചിത്രം അല്ലേ? സീയിലൂടെ ഒഴുകുന്ന ഒരു ബോട്ടിൻ്റെ ചിത്രമാണ് കണ്ടല്ലേ? യു ആർ റൈറ്റ് റോബോ. അതന്നെ എൻ്റെ ആഗ്രഹം, ഈ ശരിയാണെന്ന് റോബോനോട് പറയുകയാണ് അല്ലേ? അപ്പം എന്താ ആഗ്രഹം? ഓൻ ആ ബോട്ടിൽ സഞ്ചരിക്കണം അല്ലേ? വേർ വിൽ റോബോ ടേക്ക് ഡാനി? അപ്പം എവിടേക്കായിരിക്കും ഈ റോബോ ഡാനിനെ കൊണ്ടുപോവുക?
ഗെറ്റ് അപ്പ്, ക്ലൈംബ് ഓൺ മൈ ബാക്ക്. കയറി, എൻ്റെ ബാക്ക് കയറാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ബാക്കിൽ കയറാൻ പറഞ്ഞു അല്ലേ. സെഡ് റോബോ. റോബോ പറയാം. ഇൻ എ മിനിറ്റ് ദ റീച്ച് ടു ദ സീഷോർ. അങ്ങനെ എന്താ, ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എന്താക്കി അവർ സീഷോറിലെത്തി അല്ലേ. അല്ലേ. റോബോ ചേഞ്ച് ഹിംസെൽഫ് ഇൻ ടു എ ബോട്ട്. അപ്പോൾ റോബോ എന്താക്കി, അവനാ ഒരു ബോട്ടായിട്ട് മാറി അല്ലേ. ദ ബോട്ട് ലോഞ്ച്ഡ് ഇൻ ടു ദ സീ. അങ്ങനെ എന്താണ്, ബോട്ട് സീയിലേക്ക് പോവാണ് അല്ലേ. സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ഇറ്റ് സൂംഡ് ഓവർ ദ സീ സ്പ്ലാഷിങ് വാട്ടർ അറൗണ്ട് അല്ലേ. അത് കടലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ എന്താണ് പോവാണ് അല്ലേ. എന്നിട്ട് എന്താണ്, വെള്ളമൊക്കെ തെറിപ്പിച്ചുകൊണ്ട് പോവാണ്. വേർ ആർ ദേ ഗോയിങ് നൗ. ഇപ്പം അവരെങ്ങോട്ടാ പോകുന്നത്? ബീപ് ബീപ്. സഡൻലി റോബോസ് ലൈറ്റ് സ്റ്റാർട്ടഡ് ബ്ലിങ്കിങ്. അപ്പോൾ ബീപ് ബീപ് ഉറച്ച് കേട്ടില്ലേ, ബീപ് ബീപ് എന്ന് പറഞ്ഞല്ലേ. പെട്ടെന്ന് റോബോൻ്റെ ലൈറ്റ് എന്താക്കി, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക, ഇങ്ങനെ മിന്നാൻ തുടങ്ങിയില്ലേ. റോബോ വാട്ട്സ് ഹാപ്പനിങ്. റോബോ എന്താ പറ്റിയെന്ന് ചോദിക്കില്ലേ ദാനി ആസ്ക്. ഹി ഫെൽറ്റ് എ ജോൾട്ട് ഇൻ ദ ബോട്ട് അല്ലേ. അപ്പോൾ എന്താണ്, ദാനി ചോദിക്കുകയാണ് അല്ലേ, എന്താ റോബോ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അല്ലേ. അവരെന്താണ്, ഹി ഫെൽറ്റ് എ ജോൾട്ട് ഇൻ ദ ബോട്ട്. ബോട്ടിന് ഒരു കുലുക്ക് അനുഭവപ്പെട്ടില്ലേ. വാട്ട് ഇസ് ദ ബീപ് സൗണ്ട് മീൻ. എന്താണ് ഈ ബീപ് സൗണ്ടിൻ്റെ ഉദ്ദേശം എന്താണ്? ബീപ് സൗണ്ടിന് എന്താണ് ബീപ് സൗണ്ട് വരാൻ കാരണം എന്താണ്? നോക്കിയേ, ബീപ് ബീപ്. ദാനി ഹേർഡ് എ ബീപ്പിംഗ് സൗണ്ട്. ദാനി ഇങ്ങനെ ആ സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണല്ലേ. റോബോ വാട്ട് ഹാപ്പൻ. റോബോ എന്താ സംഭവിച്ചത്? ദാനി ആസ്ക്. ദാനി ചോദിച്ചില്ലേ. ഹി ഡിഡിന്റ് ആൻസർ. അവനൊന്നും പറയുന്നില്ല അല്ലേ. ദ ബോട്ട് ടേൺഡ് ആൻഡ് സെയിൽഡ് ബാക്ക് ടു ദ ഷോർ. അങ്ങനെ എന്താക്കി, ബോട്ട് എന്താക്കി, അന്ന് തിരിഞ്ഞിട്ട് എന്താക്കി, ആ ഷോറിലേക്ക് അങ്ങോട്ട് പോയി അല്ലേ. ഐ ആം ടയേർഡ് സെഡ് റോബോ. ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട് റോബോ പറയാം അല്ലേ. ദാനി ഗോട്ട് ഡൗൺ. അങ്ങനെ ദാനി എന്താക്കി, അവൻ്റെ മേലെന്ന് ഇറങ്ങി അല്ലേ. റോബോ ബിക്കെയിം ദ റോബോട്ട് അഗെയിൻ. അപ്പോൾ റോബോ എന്തായി, വീണ്ടും റോബോട്ടായി മാറി അല്ലേ. ഡാനി സോ എ മെസ്സേജ് ഓൺ റോബോ സ്ക്രീൻ. അപ്പോൾ ദാനി എന്താണ്, റോബോൻ്റെ സ്ക്രീനിൽ ഒരു മെസ്സേജ് കണ്ട്. എന്താണ്, ബാറ്ററി ലോ അല്ലേ, ബാറ്ററി ലോ എന്ന് ഒരു മെസ്സേജ് കണ്ട് അല്ലേ. ഹൗ വിൽ ദാനി സേവ് റോബോ. അപ്പോൾ എങ്ങനെയാണ് ദാനി റോബോനെ സേവ് ചെയ്യുക? ബാറ്ററി ലോ എന്നല്ലേ. അപ്പോൾ ബാറ്ററി എന്താണ്, ചാർജ് ചെയ്താൽ മതി അല്ലേ. സിയ വാസ് തിങ്കിങ് അബൌട്ട് റോബോ. അപ്പോൾ സിയ എന്താണ്, ഈ റോബോനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സഡൻലി സിയ ഹേർഡ് എ ബീപ്പിംഗ് സൗണ്ട് ഫ്രം ഹെർ മദേഴ്സ് മൊബൈൽ ഫോൺ. അപ്പോൾ സിയ എന്താണ്, പെട്ടെന്നൊരു സൗണ്ട് കേട്ടു അല്ലേ. എന്താണ്, അവളുടെ അമ്മേൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് എന്താണ് ഒരു ബീപ്പിംഗ് സൗണ്ട് എന്താണ് സിയ കേട്ടു. റോബോ ഈസ് ഇൻ ഡേഞ്ചർ. റോബോ ഈസ് ഇൻ ഡേഞ്ചർ. എന്താണ് മെസ്സേജ് വന്നത്? റോബോ ഡേഞ്ചറിലാണ്, റോബോ ഡേഞ്ചറിലാണെന്നാണ് മെസ്സേജ് വന്നത് അല്ലേ. എ വോയിസ് ഈസ് ഓൾസോ ഹേർഡ് ഫ്രം ദ ഫോൺ. എന്താണ്, ഫോണിൽ നിന്ന് ആ വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വാട്ട് വിൽ സിയ ഡു നൗ. ഇനി സിയ എന്താ ചെയ്യുക? മോം ഡാഡ് റോബോ ഈസ് ഇൻ ട്രബിൾ. അപ്പോൾ അമ്മനോട് അച്ഛനോട് പറയുകയാണ് അല്ലേ, റോബോ എന്താണ് ട്രബിളിലാണ്, എന്താണ് പ്രശ്നത്തിലാണ്. ഹെർ മദർ ചെക്ക് ദ ഫോൺ ആൻഡ് സെഡ്. അപ്പോൾ അവളുടെ അമ്മ എന്താക്കി, ആ ഫോൺ ചെക്ക് ചെയ്തു അല്ലേ. എന്നിട്ട് പറയുകയാണ് അല്ലേ, യു ആർ റൈറ്റ് സിയ റോബോസ് ബാറ്ററി ഈസ് ലോ. നീ പറഞ്ഞത് ശരിയാണ്, റോബോൻ്റെ ബാറ്ററി എന്താണ് ലോ ആണ്. വേർ ഈസ് ഹി നൗ. അവനിപ്പോൾ എവിടെയാണുള്ളത്? സിയ ആസ്ക്ഡ്. ലുക്ക് റോബോ ഈസ് അറ്റ് ദ സീഷോർ നൗ. റോബോ ഇപ്പോൾ എവിടെ? സീഷോറിലാണ് ഉള്ളത് എന്ന് പറയുകയാണ് അല്ലേ. ഡാഡ് സെഡ് ലുക്കിംഗ് അറ്റ് ദ ഫോൺ സ്ക്രീൻ. അങ്ങനെ എന്താണ് ഡാഡ് പറഞ്ഞിട്ട് എന്താക്കി, ആ ഫോൺ സ്ക്രീനിലേക്ക് നോക്കുകയാണ് അല്ലേ. വാട്ട് വിൽ ദേ ഡു നൗ. ഇനി അവരെന്താ ചെയ്യുക? സിയ ആൻഡ് ഹെർ പാരൻസ് ഹെറിഡ് ടു ദ സീഷോർ. അങ്ങനെ എന്താക്കിയ സിയ അവളുടെ പാരൻസ് എന്താണ് സീഷോറിലേക്ക് വേഗം പോയി അല്ലേ. ഡാനി വാസ് ക്രൈയിങ്. ഡാനി അവിടുന്ന് കരയായിരുന്നു അല്ലേ. റോബോ വാസ് ക്രൈയിങ് സ്റ്റിൽ. റോബോ അപ്പോഴും അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. സിയ റാൻ അപ്പ് ടു റോബോ ആൻഡ് ഹഗ്ഡ് ഹിം. എന്താണ് സിയ എന്താക്കി, വേറെ റോബോൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് അതിനെ ഹഗ് ചെയ്ത് അല്ലേ, കെട്ടിപ്പിടിച്ചു. ഡോണ്ട് വെറി വി ക്യാൻ ചാർജ് റോബോ സൂൺ ഹെർ ഫാദർ സെഡ്. അപ്പോൾ വിഷമിക്കേണ്ട, ഞങ്ങൾ എന്താണ് റോബോനെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ കഴിയും നമുക്ക് എന്ന് പറയുകയാണ് അല്ലേ. ഹെർ ഫാദർ സെഡ്. അവളുടെ അച്ഛൻ പറഞ്ഞു അല്ലേ. ഹൗ വിൽ ദർ ചാർജ് റോബോ. ഇനി അവരെങ്ങനെ റോബോനെ ചാർജ് ചെയ്യുക? സിയാസ് ഫാദർ കണക്റ്റഡ് ടു ദ ചാർജർ ടു ഹിസ് കാർ. അങ്ങനെ എന്താക്കി, സിയാൻ്റെ അച്ഛൻ എന്താക്കി, ആ ചാർജർ എന്താക്കി അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് എന്താണ് അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് ചാർജ് കണക്ട് ചെയ്തു അല്ലേ. ആൻഡ് ദേ വെയിറ്റഡ് ദർ. അവർ എന്താക്കി കുറച്ച് നേരം കാത്തത് അല്ലേ. ചാർജ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു അല്ലേ. റോബോ സ്ക്രീൻ ബ്ലിങ്ക്ഡ്. അങ്ങനെ റോബോൻ്റെ സ്ക്രീൻ എന്താക്കി ഇങ്ങനെ തെളിഞ്ഞു വന്നു അല്ലേ. ഹായ് ഐ ആം ഓൾ റൈറ്റ് സെഡ് റോബോ. ഞാൻ ഇപ്പോൾ ഓൾ റൈറ്റ് ആണെന്ന് പറഞ്ഞില്ലേ. സിയാസ് ഫാദർ ഡ്രോ ദാനി ആൻഡ് റോബോ ബാക്ക് ടു ദെയർ ഹോം. അങ്ങനെ സിയാൻ്റെ അച്ഛൻ എന്താക്കി, ഈ ദാനിനെയും റോബോനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു അല്ലേ. ഹായ് വി ആർ ബാക്ക് ഹോം. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി സെഡ് റോബോ ടു ദാനി. ദാനിനോട് പറഞ്ഞു അല്ലേ. റോബോ എന്താക്കി, ദാനിനോട് പറഞ്ഞു നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞു അല്ലേ. താങ്ക് യു സിയ. ദാനി സ്മൈൽഡ് അറ്റ് ഹെർ താങ്ക്ഫുള്ളി.
അതിനപ്പം നന്ദി പറയാണ് അല്ലേ. ഡാനി എന്താക്കിയാണ് അവളുടെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്താക്കി നന്ദിയോടുകൂടി താങ്ക് യു എന്ന് പറഞ്ഞു അല്ലേ. എന്താ ചാർജ് ചെയ്യുന്നത് കണ്ടില്ലേ. ഓക്കെ, അങ്ങനെ ഫ്രണ്ട്സ് ഫോർ എവർ അല്ലേ. അപ്പോൾ എന്താണ് അങ്ങനെ നന്ദി പറഞ്ഞിട്ട് എന്താണ് ഇവിടെ സ്റ്റോറി എന്താണ് പറയാണല്ലേ, നന്ദി എന്ന് പറഞ്ഞിട്ട് അവർ എന്താ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നോക്കിയേ ഇവിടെ ഒരു പാട്ടാണ് അല്ലേ. നമുക്ക് നോക്കിയ പാട്ട് നോക്കാം. ഫ്രണ്ട്സ് ഫോർ എവർ അല്ലേ. യു ആർ മൈ ഫ്രണ്ട് ബെസ്റ്റ് ആൻഡ് ട്രൂ ഈവൻ വെൻ ഐ ആം ഫാർ ഫ്രം യു when I need help you are there treating me with love and care. You are always close and kind, keeping me ever in your mind. A friend like you is such a treasure. Being with you is a pleasure. അപ്പോൾ എന്താണ് ഇവിടെ പാട്ട് പാടുന്നത് നോക്കിയേ. നോക്കൂ, എന്താ ഫ്രണ്ട്സ് ഫോർ എവർ അല്ലേ, ഫ്രണ്ട്സുകളാണ് അല്ലേ. എന്താണ് എന്നുള്ള സുഹൃത്തുക്കൾ, അതായത് ശാശ്വതമായ സുഹൃത്തുക്കൾ എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താണ് യു ആർ മൈ ഫ്രണ്ട് ബെസ്റ്റ് ആൻഡ് ട്രൂ അല്ലേ. നീയാണ് എൻ്റെ സുഹൃത്ത്, ഏറ്റവും നല്ലവനും വിശ്വസ്തനും അല്ലേ. ഈവൻ വെൻ ഐ ആം ഫാർ ഫ്രം യു, എന്താണ് ഞാൻ നിന്നിൽ നിന്ന് അകലെയാണെങ്കിലും വെൻ ഐ നീഡ് ഹെൽപ്പ്, എനിക്കൊരു ആവശ്യം വന്നാൽ യു ആർ ദർ, നീ അവിടെ ഉണ്ടാവും. ട്രീറ്റിംഗ് മീ വിത്ത് ലവ് ആൻഡ് കെയർ അല്ലേ. നീ എന്താണ് സ്നേഹത്തോടെയും കരുതലോടെയും എന്നെ എന്താണ് എന്നോട് ട്രീറ്റ് ചെയ്യുന്നു, പെരുമാറുന്നു അല്ലേ. യു ആർ ഓൾവേസ് ക്ലോസ് ആൻഡ് കൈൻഡ്, നീ എന്താണ് എപ്പോഴും എന്നോട് എന്താണ് ക്ലോസും കൈൻഡും ആണ് അല്ലേ. എപ്പോഴും അടുപ്പമുണ്ട്, കൈൻഡും ആണ് അല്ലേ, ദയുണ്ട്. കീപ്പിംഗ് മീ എവർ ഇൻ യുവർ മൈൻഡ്, നീ എപ്പോഴും എന്താണ് നിന്റെ മനസ്സിൽ എന്നെ സൂക്ഷിക്കുന്നു അല്ലേ. ഫ്രണ്ട് ലൈക്ക് യു ഇൻ സച്ച് എ ട്രഷർ, എന്താണ് നിന്നെപ്പോലുള്ള ഒരു സുഹൃത്ത് എന്താണ് എനിക്കൊരു ട്രഷറാണ്, നിധിയാണ് അല്ലേ. ബീയിങ് വിത്ത് യു ഇസ് എ പ്ലഷർ അല്ലേ. അപ്പം നിങ്ങളോടൊപ്പം എന്താണ് ഉണ്ടായിരിക്കുന്നത് എനിക്കൊരു പ്ലഷർ, സന്തോഷമാണ് അല്ലേ, ഹാപ്പിയാണെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ നല്ല പാട്ടല്ലേ, ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക് കോളംസ് യൂസിങ് ദ കറക്റ്റ് സെൻറ്റൻസ്. ഇനി കറക്റ്റ് സെൻറ്റൻസിലുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ബ്ലാങ്ക്സ് നോക്കിയിട്ട് കറക്റ്റ് സെൻറ്റൻസ് ഇതിൽ ഏതാണോ അത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാനിയും റോബോ കേട്ടോ, ദാനി ചെയ്യുന്നു റോബോ ചെയ്യുന്നതാണ്. അപ്പോൾ വെൻറ്റ് ടു സ്കൂൾ ദാനി അല്ലേ. റോബോയോ ചേഞ്ച് ഇൻറ്റു വീൽ ചെയർ, എന്താണ് വീൽ ചെയറായി മാറിയില്ല. അപ്പോൾ ഇനി നമുക്ക് ദാനീൻ്റെ എന്താണ് റോബോൻ്റെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ദാനീൻ്റെ നമുക്ക് ഇവിടെ നോക്കാം. വെൻറ്റ് ടു സ്കൂൾ അല്ലേ. അപ്പോൾ നോക്കാം. വെൻറ്റ് ടു സ്കൂൾ, സ്കൂളിൽ പോയി. ആദ്യം മീനിങ് വായിച്ചിട്ട് ദാനിയാണോ റോബോ ആണോ നിങ്ങൾ പറയുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ടീച്ചർ പറഞ്ഞത് വെൻറ്റ് ടു സ്കൂൾ, സ്കൂളിൽ പോയി. സ്കൂളിൽ പോയത് എന്താ, ആരാ, ദാനി അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം അവിടെ ദാനി എന്ന് എഴുതാം കേട്ടോ. DA, ഞാൻ ദാനീൻ്റെ ഡി മാത്രമേ എഴുതുള്ളൂ കേട്ടോ. DANI ദാനി അല്ലേ. അപ്പോൾ ദാനീൻ്റെ നേരെ നിങ്ങൾ അത് എഴുതുക കേട്ടോ. ഇനി ടുക്ക് ദാനി ടു ഹിൽ ടോപ്പ്, ദാനീനെ ഹിൽ ടോപ്പ് കൊണ്ടുപോയത് ആരാണ്, റോബോട്ടാണ് അല്ലേ. അപ്പോൾ എന്താക്കുക റോബോട്ട് എന്ന് എഴുതുക കേട്ടോ. റോബോട്ട്, ദാനീനെ ഹിൽ ടോപ്പ് കൊണ്ടുപോയത് ആരാണ്, റോബോട്ടാണ് അല്ലേ. അപ്പോൾ റോബോട്ട് 6 അല്ലേ, റോബോട്ട്. ദെൻ ചേഞ്ച് ഇൻറ്റു എ വീൽ ചെയർ, വീൽ ചെയർ ആയി മാറിയത് ആരാണ്, റോബോട്ട് അല്ലേ. വീൽ ചെയർ ആയി മാറിയത് റോബോട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റോബോട്ടിനെ നേരെ എന്താക്കണം അവിടെ ഇത് ചേഞ്ച് ഇൻറ്റു വീൽ ചെയർ. 2 wings came out from the sides, 2 സൈഡ്സിൽ നിന്ന് എന്താണ് 2 ഭാഗത്തു നിന്നും 2 ചിറകുകൾ വന്നത് ആർക്കാ, റോബോട്ടിനാണ് അല്ലേ. അപ്പോൾ അത് റോബോട്ട്. ഓക്കെ, അപ്പോൾ ഇത് റോബോട്ടിന് ഇത് കേട്ടോ. എന്നിട്ട് റോബോട്ടിന് നേരെ അവിടെ ഇത് സെയിൽ ഓൺ ദ ബോട്ട്, എന്താണ് ബോട്ടിൽ എന്താക്കി സെയിൽ ചെയ്ത്, ആരാ, ദാനിയല്ലേ. അപ്പോൾ എന്താ സെയിൽ ഓൺ ദ ബോട്ട് ദാനി അല്ലേ. ദാനിയാണ് എന്താ സെയിൽ ചെയ്ത് അല്ലേ. അപ്പോൾ ദാനി ഇത് കേട്ടോ. ഇനി വെൻ ടു സീ ദ മാജിക് ഷോ, മാജിക് ഷോ കാണാൻ പോയത് ആരാണ്, ദാനിയാണ് അല്ലേ. അപ്പോൾ ദാനി എന്ന് എഴുതുക അല്ലേ. ദാനീൻ്റെ നേരെ മാജിക് ഷോ. ടുക്ക് ദ ബോൾ ഫോർ ദ ചിൽഡ്രൻ, കുട്ടികൾക്ക് ബോൾ എടുത്തു കൊടുത്ത ആരാണ്, റോബോട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താക്കുക റോബോട്ട് എന്ന് എഴുതുക കേട്ടോ. ഇത് റോബോട്ട് അല്ലേ. റോബോട്ടിൻ്റെ നേരെ ഇതൊക്കെ എഴുതണം കേട്ടോ നിങ്ങൾ മുകളിലുള്ളതിൽ. അപ്പോൾ റോബോട്ട് ഈ താങ്ക്ഡ് സിയ പറഞ്ഞ് നന്ദി പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ദാനീൻ്റെ ഇതൊക്കെ എന്താക്കുക, ദാനീൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഈ മൂന്നെണ്ണം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഇവിടെ എഴുതുക, ഇതാ ഇവിടെ എഴുതുക. ഇനി അതുപോലെ റോബോട്ട് നേരെ ഉള്ളത് എഴുതുക. ഈ താങ്ക്ഡ് സിയ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ എന്താണ് താങ്ക്ഡ് സിയനോട് നന്ദി പറഞ്ഞ ആരാണ്, ദാനി അല്ലേ. അപ്പോൾ ദാനിയാണ് എന്താക്കുന്നത് ഈ സിയനോട് നന്ദി പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താക്കുക അവിടെ ദാനി എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ദാനീൻ്റെ നേരെയാണ് എന്താക്കുന്നത് താങ്ക്ഡ് സിയ എന്ന് എഴുതേണ്ടത് കേട്ടോ.
അപ്പോൾ ഇതെൻ്റെ മനസ്സിലായല്ലോ. ഇവിടെ ഇപ്പോൾ ദാനീൻ്റെ അവിടെ ഉള്ളത് ദാനിയൊക്കെ എഴുതുക, റോബോൻ്റെ നേരെ ഉള്ളത് റോബോ എന്ന് എഴുതുക കേട്ടോ. അപ്പം അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക്